ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചിലപ്പോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിനക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ലെന്ന് വരും. എന്റെ ചേച്ചി ടെൻഷനാക്കാതെ കാര്യം പറ. എടാ, നമ്മുടെ നന്ദിനിയടത്തി ഗർഭിണിയാണോ എന്നൊരു സംശയം. മീനാക്ഷി എന്താ കൊണ്ടുപോയെന്ന് അറിയാവോ? ജ്യൂസ്. അത് വെറും ജ്യൂസ് അല്ല, കരിമ്പ് ജ്യൂസാ. അതിനെന്താ, അവള് കരിമ്പിൻ ജ്യൂസ് കുടിക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിച്ചു. അതിന് എനിക്ക് ഗർഭമൊന്നും ഇല്ലല്ലോ. ഓക്കാനവും ഛർദിലും രാവിലത്തെ തലചുറ്റൽ മാറാനും വേണ്ടി ഗർഭിണികൾക്ക് കൊടുക്കുന്ന ജ്യൂസാ അത്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്റെ അമ്മ സ്ഥിരം എനിക്ക് അതല്ലേ തന്നോണ്ടിരുന്നേ. എനിക്ക് തോന്നുന്നത് ഇന്നലെ പപ്പായ ജ്യൂസ് കുടിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ കളയണ്ടെന്നും പ്രസവിക്കണമെന്നും തീരുമാനിച്ചത്. അങ്ങനെ ആവാലോ. ഈ വീട്ടില് ആരോ ഒരാൾ ഗർഭിണിയാ. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടത്ത് ഇപ്പൊ കാണിക്കുന്നത്. മോളെ നന്ദിനി, പോയി ആരതി എടുത്തോണ്ട് വാ. മാനത് ചെയ്യും അമ്മ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ലമ്മ. മാലതി പറഞ്ഞ ഗർഭിണി നന്ദിനിയാണ്. അത് ശരി, എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അടുക്കളയിലേക്ക് പോയി കാണുന്നു. മോളെ, സത്യം പറഞ്ഞ ഇവിടെ നല്ല ബോറടിക്കുന്നുണ്ട്. ഈ മുറിയില് എത്ര നേരം പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നും സാരമില്ല. എത്ര ബോറടിച്ചാലും ഇതിനകത്ത് തന്നെ ഇരുന്നാ മതി. ദൈവം വിഷമിക്കണ്ട. ഈ കാര്യം ഇവിടെ എല്ലാവരും അറിയുന്നത് വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതിന് ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഇവിടെ ബാക്കിയുള്ളവർക്ക് സംശയം വല്ലതും തോന്നി എന്തെങ്കിലും ഇതേപ്പറ്റി ചോദിച്ചാ ദൈവമ്മ പതറും. തഞ്ചത്തിൽ ചെറിയച്ചൻ പറഞ്ഞ് ശരിയാക്കാനിരിക്കുന്ന കാര്യം ദൈവമ്മയിലൂടെ എല്ലാരും അറിയും. അത് ചിലപ്പോ പ്രശ്നമായി എന്നും വരും. അതുകൊണ്ടാ ഇവിടെ തന്നെ ഇരിക്കാൻ ഞാൻ പറയുന്നത്. അത് ജഗദീഷ് എന്താണാവോ അമ്മയോട് പറയാൻ വൈകുന്നത്? അത് ആലോചിക്കുമ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ചെറിയച്ചനോട് പോയി സംസാരിക്കാം. നേരത്തെ ഞാനത് സംസാരിക്കാൻ പോയപ്പോ അവര് ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കിട്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് പറ്റിയില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. ഇന്ന് തന്നെ മുത്തശ്ശിയോട് എല്ലാം പറയാം. വെറുതെ എന്തിനാ അത് മനസ്സിനകത്ത് വെച്ച് നമ്മൾ ടെൻഷൻ ആവുന്നത്? ദൈവമ്മ സമാധാനായിട്ടിരിക്കെ. ചെറിയച്ചനോട് സംസാരിച്ചിട്ട് ഞാനിപ്പോ വരാം.
അപ്പൊ ഇവിടെയും വേറെ ആരും ജ്യൂസ് കുടിച്ചല്ലോ. അപ്പൊ എന്റെ പല സംശയങ്ങളിൽ ഒരെണ്ണം ശരി തന്നെ. ഗർഭം മീനാക്ഷിക്ക് തന്നെ. മറ്റാരും കാണാതിരിക്കാൻ മുറിയിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് കുടിച്ചിട്ട് പോവാണല്ലേടി. മീനാക്ഷി ഗർഭിണിയാണെന്നുള്ള കാര്യം ജഗദീശേട്ടനെ ഇപ്പൊ തന്നെ അറിയിക്കും. അയ്യോ മാലതി, ഇനിയും നീ ആലോചിക്കാതെ എടുത്തു ചാടി അടി വാങ്ങരുത്. ഇനിയും ഒരടി കൂടി വാങ്ങാനുള്ള കരുത്ത് നിന്റെ കവളിനില്ല. വേണ്ട. അതുകൊണ്ട് കൺട്രോൾ കൺട്രോൾ മാലതി. ഓരോന്നും ആലോചിച്ച് ചെയ്യാവൂ. ജഗദീഷേ, എന്താ ചേച്ചി? ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. ഇതിന്റെ ഒരു സംശയം മാത്രം. നിന്നോട് സംസാരിച്ചിട്ട് അന്വേഷിച്ചുറപ്പിക്കാന്ന് വെച്ചു. ചേച്ചി എന്തായാലും കാര്യം പറ. നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചിലപ്പോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിനക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ലെന്ന് വരും. എന്റെ ചേച്ചി ടെൻഷനാക്കാതെ കാര്യം പറ. എടാ, നമ്മുടെ നന്ദിനിയടത്തി ഗർഭിണിയാണോ എന്നൊരു സംശയം. എടാ, എന്റെ ഒരു സംശയം മാത്രമാ, ശരിയാവണമെന്നില്ല. ചേച്ചി സംശയം ചെന്ന് അമ്മയോട് പറഞ്ഞാൽ കുളമാകും. നീ എന്താ ആലോചിക്കുന്നേ? എടാ, ദേ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഈ വീട്ടില് ഇങ്ങനൊരു ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ളത് എന്നോട് ആദ്യം പറഞ്ഞതേ മാരുതേ. അവള് പറഞ്ഞതും പിന്നെ എന്റെ ചില സംശയങ്ങളും വെച്ചിട്ടാ ഞാൻ നിന്നോടത് പറഞ്ഞത്. എടാ, ഇത് സത്യമാണോന്ന് എങ്ങനെ അറിയും? എന്റെ ചേച്ചിക്ക് ഒരു പണിയൊന്നുമില്ലേ? ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി സംഭവം എന്താന്ന്. എന്ത്? ഭ്രാന്ത്, മുടി ഭ്രാന്താവക്ക്. എന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസമായിട്ട് അവളിങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് കറങ്ങടക്ക.